അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ചേർന്നതാണ് തുലാക്കൂറ്. ഇവർക്ക് ഗവേഷണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് നല്ല വളർച്ച ഉണ്ടാകേണ്ട കാലമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും അത് അവസരങ്ങൾ ഓപ്പൺ ആയിട്ട് വരും. ചൊവ്വ 9-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ദീർഘയാത്രകളും പരിശീലനങ്ങളും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാവും. ഉന്നത പഠനത്തിനും നിയമ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെയുള്ള യാത്രകളും ഒക്കെ നന്നാവും. അത് ആത്മവിശ്വാസത്തോടു കൂടി മറ്റുള്ളവരുടെ ഉപദേശവും കൂടെ അവഗണിക്കാതെ കാര്യങ്ങൾ ചെയ്താൽ അതൊക്കെ ശുഭമായിട്ട് വരുന്നതാണ്. ആഗസ്റ്റ് 5 മുതൽ ബുധൻ 10-ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ തൊഴിൽ രംഗത്ത് ചില നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരും. നമ്മുടെ ആശയങ്ങൾ മേലുദ്യോഗസ്ഥന്മാർ അംഗീകരിക്കും. ധനപരമായിട്ട് വിദേശ ബന്ധങ്ങളിൽ നിന്നുള്ള വരുമാനം വരാൻ സാധ്യതയുണ്ട്. പുതിയ കരാറുകളോ പുതിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന യാത്രകളോ ഒക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ക്ഷീണം, അതുപോലെ ഉറക്കക്കുറവ്, ദീർഘയാത്രകൾ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, വെള്ളം കുടിക്കാത്തത് കൊണ്ട് നിർജ്ജലീകരണം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ചില ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ പൂജാ കാര്യങ്ങളോ തീർത്ഥയാത്രകളോ ഒക്കെ ആസൂത്രണം ചെയ്യും. ജീവിത പങ്കാളിയുമായിട്ട് ഉള്ള ആശയവിനിമയവും കൂടുതൽ ശക്തമായിട്ട് വരുന്നതായിട്ട് കാണാം. ഇവർക്ക് പരിഹാരമായിട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയെ പൂജിക്കുക, ശ്രീസൂക്തം പാരായണം ചെയ്യുക, അതുപോലെ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലത്തിന് നല്ലതാണ്.